എല്ലാവരും ഒക്കെ ജോയിൻ ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡെയിലി എനിക്ക് ക്ലാസ് കിട്ടുന്നില്ല. ഇവിടെ ഫ്രീ ആവണതിന്റെ അനുസരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് കാണിച്ചിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നതും PSCക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചില ഭാഗങ്ങൾ നമുക്കറിയാലോ, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഓർഡർ ആയിട്ടല്ല നമ്മൾ നോക്കി പോകുന്നത്. അപ്പൊ അങ്ങനെ ഡെയിലി നമുക്ക് ക്ലാസ് കിട്ടുന്നില്ലല്ലോ, ആഴ്ചയിലാണെങ്കിലും നമുക്ക് ഡെയിലി കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തെരഞ്ഞെടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്ന ഓരോ ക്ലാസ്സുകളും ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഇതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, എന്താ പറയാ, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു പോർഷൻ ആണ് സർക്കുലേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ രക്തപര്യായന വ്യവസ്ഥ, മലയാളത്തില് സർക്കുലേറ്ററി സിസ്റ്റം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ സർക്കുലേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് നമ്മുടെ രക്തപര്യായന വ്യവസ്ഥയിലുള്ള ഭാഗങ്ങള്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാ? ഹൃദയം, രക്തം, രക്തക്കുഴലുകള്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഇത് മൂന്നും ചേരുമ്പോഴാണ് നമ്മുടെ രക്തപര്യായന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ഭാഗങ്ങളാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ അത് മൂന്നും കൂടി ചേർന്നതിനെയാണ് രക്തപര്യായന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഹൃദയമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു ചെറിയ പിക്ചറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നോക്കാം. ഹൃദയം, ഹാർട്ട്, നമുക്കറിയാം ദ സെന്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സെന്റർ എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം. അപ്പൊ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ നോക്കുന്നത്. ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നമുക്കൊന്ന് നോക്കി പോകാം. ഫസ്റ്റ്, രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം, സെന്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം, ഹൃദയമാണ്. പിന്നെ നെക്സ്റ്റ്, ക്യാൻസർ അല്ലെങ്കിൽ അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏതാ? ഹൃദയം. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. ഇനി ക്വസ്റ്റിനാ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാത്തിന്റെ ആൻസർ ഹൃദയമാണ്, ഹാർട്ടാണ് ആൻസർ. അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം. നെക്സ്റ്റ്, രണ്ടാമത്തെ പറഞ്ഞത് അർബുദം ബാധിക്കാത്ത ശരീരഭാഗം, ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. പിന്നെ നെക്സ്റ്റ് വരുന്നത് മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവം, മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവം. അപ്പൊ ഒരു കുട്ടി ഭ്രൂണാവസ്ഥയിൽ ആദ്യം വരുന്നത്, ആദ്യം ഉണ്ടാകുന്നത് ശരീരാവയവമാണ് ഹൃദയം. ആദ്യമായിട്ട് ഹാർട്ട് ബീറ്റ് അല്ലേ വരുന്നത് ആ കുട്ടിക്ക്, ഹൃദയ സ്പന്ദനമാണ് ആദ്യം ഉണ്ടാകുന്നത്. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇതാണ് കാർഡിയോളജി, CARDIOLOGY. കുറെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ജസ്റ്റ് അത് എങ്കിലും നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോകാം. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർഡിയോളജി. ലോക ഹൃദയ ദിനം എന്താണ്? ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഓക്കെ, സെപ്റ്റംബർ 29 ആണ് ലോക ഹൃദയ ദിനമായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ പറഞ്ഞു മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീര അവയവമാണ് ഹൃദയത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർഡിയോളജി. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം, വെയിറ്റ് 300 ഗ്രാം ആണ് കേട്ടോ. 300 ഗ്രാം മനുഷ്യ ശരീരത്തിന്റെ വെയിറ്റ് 300 ഗ്രാം. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം. മനുഷ്യ ശരീരത്തിലെ പമ്പിങ് ഓർഗൻ, ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്, മനുഷ്യ ശരീരത്തിലെ പമ്പ്. ഇനി നമുക്ക് നോക്കാം. മിസ്, ഇടയ്ക്ക് വേറെ വോയിസ് കയറി വരുന്നുണ്ട്.
വോയിസ് വേറെ വരുന്നുണ്ടോ? ഇടയ്ക്കിടെ കയറി വരുന്നുണ്ട്. വേറെ തോന്നുന്നുണ്ടോ? ഇല്ല, ഉണ്ടോ? ഇടയ്ക്കുണ്ടോ? ഓക്കെ, എന്താണെന്നാവോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം, അർബുദം ബാധിക്കാത്ത ശരീരഭാഗം, ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29, മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി, ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം, മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നു. പിന്നെ നോക്കിയേ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തര ഡബിൾ ലെയർ മെമ്മറൈൻ, ഇരട്ട സ്തരമുള്ള ആവരണമാണ് പെരികാർഡിയം. അതൊന്ന് നോക്കണം കേട്ടോ. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയം. ഈ പെരികാർഡിയത്തില് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്, പെരികാർഡിയൽ ദ്രവം, പെരികാർഡിയൽ ദ്രവം. ഈ പെരികാർഡിയൽ ദ്രവത്തിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഡബിൾ ലെയർ മെമ്പറൈൻ ആണ്. അപ്പൊ തന്നെ അറിയാം എന്ത് ചെയ്യുക, ഹൃദയത്തെ, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ, പെരികാർഡിയൽ ദ്രവത്തിന്റെ ഫംഗ്ഷൻ. പിന്നെ മറ്റൊരു ഫംഗ്ഷൻ പറയുന്നത് ഈ ഹൃദയത്തിന്റെ വികസന സമയത്ത് ആ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം ഇല്ലാതാക്കുക. ഹൃദയം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ആ വികസന സമയത്ത് സ്ഥലങ്ങൾക്കിടയിലുള്ള ആ ഹർഷണം ഇല്ലാതാക്കുക. അങ്ങനെ രണ്ട് ഫംഗ്ഷനാണ് പെരികാർഡിയൽ ദ്രവത്തിന്റെ. ഹൃദയത്തെ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, ഹൃദയത്തിന്റെ വികസന സമയത്ത് സ്ഥലങ്ങൾക്കിടയിലുള്ള ഹർഷണം ഇല്ലാതാക്കുക. ഇനി എവിടെയാ ഹൃദയത്തിന്റെ പൊസിഷൻ? എവിടെയാ ഇരിക്കുന്ന ഹൃദയം? എവിടെയാ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ചെസ്റ്റിന്റെ മിഡിലായിട്ട് അല്ലെ, ബിഹൈൻഡ് ദ സ്ലൈറ്റ് ലെഫ്റ്റ് ഓഫ് യുവർ ബ്രസ്റ്റ് ബോൺ. എന്നുവെച്ചാൽ ഔരസാശയത്തില് രണ്ട് ശ്വാസകോശങ്ങൾക്കും ഇടയിലായിട്ട് നടുക്ക് ഒരു ഇടത്തേക്ക് ചെരിഞ്ഞാണ് ഹൃദയം ഇരിക്കുന്നത്. ഇത് ഹാർട്ട് എന്ന് പറഞ്ഞ മസ്കുലർ ഓർഗൻ that pump the blood to all part of the body. നമുക്കറിയാം ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിംഗ് ഓർഗൻ ആണ് ഹൃദയം. ഇനി ഞാൻ അതിന്റെ സ്ട്രക്ചർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ സ്ട്രക്ചർ കാണിച്ചു തരാം. നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് വരച്ചേക്കുന്നതാണ്. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാതെ വേറെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്കി എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പിക്ചർ മാത്രം നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. ഇനി ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ സിരകൾ എന്ന് പറയുന്നു. അറിയാലോ, ഹൃദയത്തിലേക്ക്, ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഹൃദയത്തിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെയാണ് സിരകൾ അല്ലെങ്കിൽ വെയിൻ, ഇംഗ്ലീഷിൽ വെയിൻസ് എന്ന് പറയുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ പല ഭാഗങ്ങളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് ധമനികളാണ്, ആർട്ടറി. അപ്പൊ 2 പോയിന്റ് നോക്കണം കേട്ടോ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വെയിൻസും ഹൃദയത്തിൽ നിന്ന് രക്തം പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആർട്ടറീസുമാണ്. ഇനി ഇങ്ങനെ ഈ ധമനികളും സിരകളും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ചെറിയ നാരുകൾ പോലെ കാണപ്പെടുന്നതിനാണ് ലോമികകൾ അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ധമനികളും സിരകളും വെയിൻസും ആർട്ടറീസും ഒരുമിച്ച് ചേർന്ന് ചെറിയ നാരുകൾ പോലെ കാണപ്പെടുന്നതാണ് ലോമികകൾ അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ സ്ട്രക്ചർ ഞാനൊന്ന് കാണിക്കാം. നെറ്റിന്റെ എന്തോ പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന്
ജസ്റ്റ് നിങ്ങൾ നോക്കിയേ, പിക്ചർ കാണാൻ പറ്റുള്ളേ? പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കറിയാം മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര അറകളുണ്ട് മൊത്തം? 4 അറകൾ അറിയാലോ. ഏതൊക്കെയാണ്? ഏട്രിയം, ഏറ്റവും ടോപ്പിൽ നോക്കിയേ 4 അറകളുണ്ട്. അതില് മുകളിലത്തെ അറകളെയാണ് ഏട്രിയങ്ങൾ അല്ലെങ്കിൽ ഓറിക്കിൾസ് എന്നും പറയാം. ഏട്രിയങ്ങൾ മുകളില് 2 ഏട്രിയം ഉണ്ട് അല്ലെ? റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം. ഒരു പിക്ചർ ഞാൻ ചെറുതായിട്ട് വരച്ചേക്കുന്നുള്ളൂ. നോക്കാം, 4 അറകൾ. ക്ലിയർ ആണല്ലോ? ഹൃദയത്തിന് 4 അറകളുണ്ട്. അതിനകത്ത് മുകളിലുള്ള 2 അറകള് അതിനെയാണ് ഏട്രിയങ്ങൾ എന്ന് പറയുന്നത്. ഏട്രിയം. താഴെ കാണപ്പെടുന്നതിനെ എന്താണ്? വെൻട്രിക്കിൾ. താഴെയുള്ള അറകളെയാണ് വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നത്. വെൻട്രിക്കിൾ. ജസ്റ്റ് ഒന്ന് വരച്ചേ നിങ്ങളൊന്ന്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് ഇടത് വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ വരയ്ക്കാം. 4 അറ. അതിനകത്ത് എഴുതുക, ഫസ്റ്റ് മുകളിലെ ഏട്രിയങ്ങളാണ്. അവിടെ എഴുതുക റൈറ്റ് ഏട്രിയം. 6 എന്ന് ഇട്ടാൽ മതി മുകളിൽ. അതുപോലെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. നാല് അറകള്. മുകളിലുള്ള അറകള് ഏട്രിയങ്ങള് അല്ലെങ്കിൽ ഓറിക്കിൾസ് എന്ന് പറയാം. താഴെയുള്ള 2 അറകളാണ് വെൻട്രിക്കിളുകൾ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇത്രയും വരച്ചെടുക്കാം. ഇനി നമ്മൾ നോക്കാം. ഇനി നോക്കാട്ടോ, ഏറ്റവും ആ ടോപ്പിൽ ഞാൻ ഇപ്പൊ സൂം ചെയ്ത് കാണിക്കാം. ആ ഭാഗം ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ ഹൃദയത്തിന്റെ മുകളിൽ നിന്ന് മുകൾ ഭാഗത്തുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന സിര, ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തുള്ള അശുദ്ധ രക്തത്തെ, ആ രക്തം ഈ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന സിരയാണ് ഊർദ്ധ മഹാസിര. മോളിൽ കണ്ടോ? അതിന് സുപ്പീരിയർ വീനക്കാവ എന്ന് പറയും. സുപ്പീരിയർ വീനക്കാവ. SUPERIOR. വീനക്കാവ. VENACAVA. അതാണ് മുകളില് ഒരു ചെറിയൊരു ഇതുപോലെ കാണിച്ചേക്കുന്നത്. ഊർദ്ധ മഹാസിര. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പൊ അറിയാലോ, ഹൃദയത്തിന്റെ മുകളിൽ നിന്നുള്ള അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന സിര ഏതാ? സിര ഊർദ്ധ മഹാസിര. ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ, എന്നാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഊർദ്ധം. അപ്പൊ പിക്ചറിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി പ്രത്യേക നോട്ടായിട്ട് ഒന്നും എഴുതണ്ട. ഊർദ്ധ മഹാസിര. അതേപോലെ നോക്കിയേ, ഹൃദയത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന സിര ഏത് സിര? അധോ മഹാസിര. അതിനാണ് ഇൻഫീരിയർ വീനക്കാവ. INFERIOR. ഇൻഫീരിയർ വീനക്കാവ. VENACAVA. ആ പിക്ചറിൽ നിന്ന് അത് ക്ലിയർ ആയി. 2 കാര്യങ്ങൾ, 2 ക്വസ്റ്റ്യൻ പഠിച്ചു കേട്ടോ. ഹൃദയത്തിന്റെ മുകളിൽ നിന്നുള്ള അശുദ്ധ രക്തം ആ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന സിര ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ. ഹൃദയത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന സിരയാണ് അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ. അവിടെ അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. ഏറ്റവും വലിയ സിര. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സിര അധോ മഹാസിര. അധോ മഹാസിര. 3 ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഇത് നോക്കാം. ഇനി നെക്സ്റ്റ് ഇച്ചിരൂടെ താഴേക്ക് വരികയാണ്. അവിടെ നോക്കാം. വലത് ഏട്രിയം, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു. അപ്പൊ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ത്രിദള വാൽവ് കണ്ടോ?
മൂന്ന് ദളങ്ങളോട് കൂടി, അതുകൊണ്ടാണ് ത്രിദള വാൽവ് അല്ലെങ്കിൽ ട്രൈകസ്പിഡ് വാൽവ്. TRICUSPID ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പൊ ആ പിക്ചർ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാം അതിന് റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ത്രിദള വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ്. അപ്പോ ബ്ലഡ് മുകളിലുള്ള ഹൃദയത്തിന്റെ താഴെയുള്ള ഭാഗത്തു നിന്നും മുകളിലുള്ള ഭാഗത്തു നിന്നും ഒക്കെ ഊർധ്വമഹാസിര അധോമഹാസിര വഴി അശുദ്ധ രക്തം റൈറ്റ് ഏട്രിയത്തിൽ എത്തി. അവിടെ നിന്ന് ത്രിദള വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് അശുദ്ധ രക്തം എത്തി. ഓക്കെ, നോക്കാം. റൈറ്റ് വെൻട്രിക്കിളിൽ എത്തി. ഇനി അവിടെ നിന്ന് നോക്കിയേ, ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് വരുന്നത് ഈ വലത് വെൻട്രിക്കിൾ നോക്കുക. റൈറ്റ് വെൻട്രിക്കിള് ശ്വാസകോശം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് നോക്കിയേ, ഏതാണ്? ധമനി. ആ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ അവിടെ ഒരു വാൽവ് ഉണ്ട്, ഈ പൾമോണറി ആർട്ടറി നോക്കിയേ, ശ്വാസകോശ ധമനിയിലേക്കാണ് തുറക്കുന്നത്. ശ്വാസകോശ ധമനിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ശ്വാസകോശ ധമനിയിലെ അല്ലെങ്കിൽ പൾമോണറി ആർട്ടറി എന്ന് പറയും, അതിനും ആ റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ വരുന്ന അവിടെ ഒരു വാൽവ് ഉണ്ട്, അതിനാണ് അർദ്ധചന്ദ്രാകാര വാൽവ് അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ്. SEMILUNAR സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ വാൽവ് അവിടെ തന്നെ എഴുതി വെച്ചാൽ മതി, അപ്പൊ നമുക്കത് കിട്ടും. ഇതിന്റെ ഇടയിലാണ് റൈറ്റ് വെൻട്രിക്കിളിനും പിന്നെ പൾമോണറി ആർട്ടറി അതിലേക്ക് പോകുന്ന അതിന്റെ ഇടയിലുള്ള വാൽവാണ്. പൾമോണറി ആർട്ടറിയിലേക്കാണ് ആ വാൽവ് തുറന്നേക്കുന്നത്. അർദ്ധചന്ദ്രാകാര വാൽവ് അല്ലെങ്കിൽ എന്ത് പറയും? സെമി ലൂണാർ വാൽവ്. ഇനി എന്നിട്ട് അപ്പൊ നോക്കിയേ, അപ്പൊ ഈ ബ്ലഡ്, ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ്, അശുദ്ധ രക്തം അർദ്ധചന്ദ്രാകാര വാൽവ് വഴി നേരെ ശ്വാസകോശ ധമനി കൂടെ ലങ്സിലേക്ക് എത്തും. അത് ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. പൾമോണറി ആർട്ടറി വഴി ലങ്സിലേക്ക് ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് എത്തിച്ചേരുന്നു. ഇമ്പ്യൂർ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താ? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ് ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തം എന്ന് പറയുന്നത്. അത് നേരെ ഈ ശ്വാസകോശ ധമനി വഴി ലങ്സിലേക്ക് എത്തുന്നു. അപ്പൊ ലങ്സിലെത്തി. ലങ്സിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. ലങ്സ് എന്ത് ചെയ്യുന്നു? ഈ കാർബൺ ഡയോക്സൈഡിനെ എടുത്തിട്ട് ലങ്സ് ഓക്സിജൻ കൊടുക്കുന്നു, ബ്ലഡിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നു. അപ്പൊ ബ്ലഡ് എന്തായി? പ്യുവർ ബ്ലഡ് ആയി, അവിടെ ശുദ്ധ രക്തമായി മാറി. അപ്പൊ ഇവിടെ നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശുദ്ധ രക്തം ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ധമനി ഏതാ? ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ധമനി ശ്വാസകോശ ധമനി അല്ലെ? ശ്വാസകോശ ധമനി ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നു, ലങ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്താണ്? അതുകൊണ്ട് ശ്വാസകോശ ധമനി വഴി ലങ്സിലേക്ക് എത്തി. ലങ്സിൽ അവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. ലങ്സ് എന്ത് ചെയ്തു? ലങ്സ് ആ ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിനെയൊക്കെ എടുത്തിട്ട് തിരിച്ച് ഓക്സിജനെ ബ്ലഡിലേക്ക് കൊടുത്തുന്നു, പ്യുവർ ബ്ലഡ് ആക്കി. അപ്പൊ നോക്കിയേ, ശുദ്ധ രക്തമാക്കി. ആ ബ്ലഡ് നേരെ എങ്ങോട്ടാ? ശ്വാസകോശ സിര കണ്ടോ? അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന സിര ഏതാ? ശ്വാസകോശ സിര. ശ്വാസകോശ സിരയിൽ കൂടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ശുദ്ധരക്തം എത്തിച്ചേരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശുദ്ധരക്തം വഹിക്കുന്ന സിര ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന ശ്വാസകോശ സിര, പൾമോണറി വെയിൻ. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് ശ്വാസകോശ സിര, പൾമോണറി വെയിൻ. ഇനി എന്ത് ചെയ്യുന്നു? അപ്പൊ അവിടെ എവിടെ എത്തി? ലെഫ്റ്റ് ഏട്രിയത്തില് എത്തി. ലെഫ്റ്റ് ഏട്രിയത്തില് ബ്ലഡ് അവിടെ പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് എത്തി. അത് നേരെ എങ്ങോട്ടാ പോകണേ? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അപ്പൊ നോക്കിയേ, ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദ്വിദള വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും. അവിടെ തന്നെ എഴുതിയാൽ മതി, നമ്മൾ ആ റഫ് ആയിട്ട് വരച്ച പിക്ചറിൽ തന്നെ എഴുതിയാൽ മതി.
അവിടെ നമുക്ക് അങ്ങനെ ആ വാൽവ് പോലെ വരച്ചിട്ട് അവിടെ പേര് മാത്രം നോട്ട് ചെയ്യുക. അതറിയാം, ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദ്വിതള വാൽവ്, ബൈകസ്പിഡ് വാൽവ്. അപ്പൊ എന്ത് ചെയ്തു, പ്യുവർ ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി. ഇനി അത് നേരെ അവിടെയും ഒരു വാൽവ് ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് മഹാസിരയിലേക്ക് അല്ലെങ്കിൽ അയോർട്ടയിലേക്ക് കൊണ്ടുപോകുന്ന ആ സിര അതിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു വാൽവ്, അവിടെ ഒരു അർദ്ധചന്ദ്രാകാര വാൽവ് ഉണ്ട്, സെമി ലൂണാർ വാൽവ് ഉണ്ട്. ആ സെമി ലൂണാർ വാൽവിൽ കൂടെ എങ്ങോട്ട് പോകുന്നു, മഹാധമനി അല്ലെങ്കിൽ അയോർട്ട, മഹാധമനിയിലേക്ക് കൊണ്ടുപോകുന്നു, അയോർട്ടയിലേക്ക്, അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്യുവർ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നു. ഇതാണ് ശരിക്കും ആ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ വരുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തില്. ഇടത് വെൻട്രിക്കിൽ നിന്ന് മഹാധമനിയിൽ കൂടി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും വലിയ രക്തക്കുഴൽ എഴുതി വെച്ചോ, അയോർട്ട, മഹാധമനിയാണ് ഏറ്റവും വലിയ രക്തക്കുഴൽ, മഹാധമനി. ഏറ്റവും കൂടുതൽ ശുദ്ധരക്തം വഹിക്കുന്ന ധമനിയും മഹാധമനിയാണ്. 2 പോയിന്റ് പറഞ്ഞത് മഹാധമനിയെ കുറിച്ച്. ഏറ്റവും വലിയ രക്തക്കുഴൽ, ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാ, മഹാധമനിയാണ്. മഹാധമനി അല്ലെങ്കിൽ അയോർട്ട. ഏറ്റവും വലുത് മഹാധമനി അല്ലെങ്കിൽ അയോർട്ട. ഏറ്റവും കൂടുതൽ ശുദ്ധരക്തം വഹിക്കുന്ന ധമനി മഹാധമനിയാണ്. ഏറ്റവും കൂടുതൽ ശുദ്ധരക്തം വഹിക്കുന്ന ധമനിയും മഹാധമനിയാണ്. അപ്പൊ നോക്കിയേ, ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര അറകൾ ഉണ്ടെന്നാ പറഞ്ഞേ? 4. ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം 2. എത്ര വാൽവുണ്ട്? 4 വാൽവുണ്ട്. അത് ഒരെണ്ണം ദ്വിതളം, ത്രിതളം, 2 അർദ്ധചന്ദ്രാകാര വാൽവുകൾ, 4 വാൽവുകൾ ഉണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ശുദ്ധരക്തം വഹിക്കുന്ന ധമനി ഏതാ? അയോർട്ട, മഹാധമനി. ഓക്കെ. ഇത് ഈ ഒരു പിക്ചർ മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അല്ലെ? അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ അത്? ഓക്കെ. അപ്പൊ ഏകദേശം ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇനി അപ്പൊ നമ്മൾ ആ ഹാർട്ട് പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹൃദയ അറകളുടെ സങ്കോചത്തിനാണ് സിസ്റ്റളി എന്ന് പറയുന്നത്. സിസ്റ്റളി, SYSTOLE, സിസ്റ്റോൾ, സിസ്റ്റോളിക് പ്രഷർ, സിസ്റ്റളി. ഹൃദയ അറകളുടെ സങ്കോചത്തിനാണ് സിസ്റ്റളി എന്ന് പറയുന്നത്. ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രഷർ, അതിനാണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റളിക് പ്രഷർ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ആ പമ്പ് ചെയ്യപ്പെടുന്ന അധികമായിട്ട് സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ആ ധമനികളിൽ ഒരു പ്രഷർ ഏൽപ്പിക്കുന്ന മർദ്ദം, അതിനാണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് എത്രയാണെന്നറിയോ? 120 mmHg ആണ്. അത് ഒന്ന് നോട്ട് ചെയ്യണം. നമ്മൾ പ്രഷർ പറയുമ്പോഴേ നോക്കുക, 120 mmHg. ഓരോ തവണയും ഹൃദയം സങ്കോചിപ്പിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടാറുള്ള രക്തത്തിന്റെ അളവ് 70 മില്ലിയാണ്. 70 milliliter ബ്ലഡ് ആണ് ഓരോ പ്രാവശ്യം പമ്പ് ചെയ്യപ്പെടുമ്പോൾ രക്തത്തിലേക്ക് രക്തത്തില് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 മില്ലിയാണ്.
ഓക്കെ. ഇനി അടുത്ത അതുപോലെ തന്നെ എന്താണ് ഡയാസ്റ്റളി. ഹൃദയം പൂർണ്ണമായിട്ട് ഇങ്ങനെ വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ അപ്പൊ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഹൃദയം വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ വികസിക്കുമ്പോൾ ബ്ലഡ് ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുന്നു. ഇതിനാണ് ഡയാസ്റ്റോളിക് പ്രഷർ. അത് 80 mm ആണ്. ഇവിടെ മെസ്സേജ് ചെയ്തു 80 mmHg ആണ്. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മുടെ പ്രഷർ പറയുമ്പോൾ 120/80 എന്നല്ലേ പറയുന്നത്, ആ പ്രഷറിന്റെ ഇത് പറയുന്നത്. അതാണ് സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ആണ് 120/80 വരുന്നത്. ഒരു സിസ്റ്റോളിക് പ്രഷറും ഒരു ഡയാസ്റ്റോളിയും ചേർന്നാണ് ഹൃദയ സ്പന്ദനം, ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഹൃദയ സ്പന്ദനത്തിന് ആവശ്യമായിട്ടുള്ള ടൈം 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ്. എത്ര പ്രാവശ്യം ഹാർട്ട് അടിക്കും ഒരു മിനിറ്റില്? 72 ആണ്. ഗർഭസ്ഥ നമ്മൾ പറഞ്ഞതാണ്, ഗർഭസ്ഥ ശിശുവില് ആദ്യം ഉണ്ടാകുന്ന അവയവമാണ് ഹൃദയം. ആദ്യം ഉണ്ടാകുന്ന ഒരു ഭ്രൂണത്തില് ആദ്യം ഉണ്ടാകുന്ന അവയവം ഹൃദയമാണ്. മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയ സ്പന്ദനം തുടങ്ങുന്നത് 72 ദിവസം ആകുമ്പോഴത്തേക്കും ആ ഹാർട്ട് ഇരിക്കാൻ തുടങ്ങും. 72 ദിവസം പ്രായമാകുമ്പോൾ. ഏതാ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഇൻസ്ട്രുമെന്റ്? ഏതാ ഇൻസ്ട്രുമെന്റ്? സ്റ്റെതസ്കോപ്പ്. ആരാ കണ്ടുപിടിച്ചത് സ്റ്റെതസ്കോപ്പ്? റെനെ ലെനക്ക്. RENELAENNEC റെനെ ലിനാക്ക് ആണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ്, ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ എന്താ പറഞ്ഞോ? മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം ആവുമ്പോഴല്ലേ? അത് 72 ആണോ? 22 അല്ലേ? 22 ഡേയ്സ്, 22 ദിവസം പ്രായമാകുമ്പോഴാണ് ഹാർട്ട് ഇടിക്കാൻ തുടങ്ങുന്നത്. 22 നമ്മൾ മറ്റത് ഒരു മിനിറ്റില് ഹാർട്ട് ഇടിക്കുന്നതാണ് 72, 72 തവണ എന്ന് പറഞ്ഞത്. ഹൃദയം ഒരു മിനിറ്റില് ശരാശരി സ്പന്ദിക്കുന്നത് 72 തവണയാണ്. പിന്നെ നമ്മൾ പൾസ് നോക്കാറില്ല കയ്യിലൊക്കെ പിടിച്ചിട്ട്? പൾസ് ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്നതിനാണ് പൾസ്. നമ്മൾ കയ്യിൽ ഇങ്ങനെ കൈത്തണ്ടയിൽ ഇങ്ങനെ പിടിച്ചു നോക്കി അറിയാലോ ആ പൾസ് റേറ്റ്. അതും ഈ പൾസ് എന്ന് പറയുന്നത് ആ ഹൃദയമിടിപ്പിന്റെ നിരക്കിന് തുല്യമായിരിക്കും. 72 ടൈംസ് തന്നെ ഇടിക്കും. നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം 72 ടൈംസ് തന്നെയായിരിക്കും. പിന്നെ അടുത്ത നമ്മളെ ബ്ലഡ് പ്രഷർ ആണ്. സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ചേർന്നതാണ് ഒരാളുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സിഗ്നോമാനോമീറ്റർ. SPHYGMOMANOMETR സിഗ്മോമാനോമീറ്റർ. ബ്ലഡ് പ്രഷർ എത്രയാ? 120/80 എന്ന് പറഞ്ഞാണ് mmHg ആണ്. രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ. അഭിലഷണീയമായ നിരക്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാട്ടോ, അതുകൊണ്ടാണ് വെറുതെ ഞാൻ പറഞ്ഞു പോകുന്നത്. അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയിലാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. കൂടുന്ന ഹൈപ്പർ ടെൻഷൻ. അഭിലഷണീയമായ ആ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്നതിനെയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോ ടെൻഷൻ. ഇപ്പൊ ബ്ലഡ് പ്രഷർ കൂടാനായിട്ട് നമുക്ക് പ്രഷർ കൂടാന്ന് പറയാൻ നമുക്കറിയാം ഉപ്പിന്റെ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത്, ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും ഒക്കെ അമിത ഉപയോഗം, പിന്നെ അതുപോലെ സ്മോക്കിംഗ് ഒക്കെ, പുക വലിക്കുന്നവരിലൊക്കെ ബ്ലഡ് പ്രഷർ കൂടാം. പിന്നെ വ്യായാമം ഒന്നും ഇല്ലാതിരിക്കുന്നവരൊക്കെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള ഒരു ഡിപ്രഷൻ അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളവർക്ക്, വ്യായാമക്കുറവ് ഇതൊക്കെ ഉള്ളത് രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണെന്നറിയോ?
റിസർപ്പിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ. RESERPINE റിസർപ്പിൻ. RESERPINE റിസർപ്പിൻ. It is used to treat the high blood pressure. ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണെന്നറിയോ? കൂടുതലുള്ളത് ജിറാഫിനാണ്. ജിറാഫ്. നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തില് രക്തപര്യായന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഡിസീസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ ഓരോ പോയിന്റ് ആയിട്ട് നോക്കിയാൽ മതി. ഫസ്റ്റ് വരുന്നതാണ് കൊറോണറി ധമനി രോഗം. രക്തപര്യായന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറുകൾ. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസ് ആണ്. ഒന്നാമത്തെയാണ് കൊറോണറി ധമനി രോഗം, കൊറോണറി ആർട്ടറി ഡിസീസ്. ഇതിന് മറ്റൊരു പേര് അതിരോസ്ക്ലീറോസിസ് എന്ന് അറിയപ്പെടും. അതിരോസ്ക്ലീറോസിസ്. ATHEROSCLEROSIS അതിരോസ്ക്ലീറോസിസ്. ഈ കൊറോണറി ധമനി രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അതിരോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ധമനി കാഠിന്യം. ഇംഗ്ലീഷില് അതിരോസ്ക്ലീറോസിസ് എന്ന് പറയും. ഇതൊക്കെ ഒരേ സെയിം തന്നെയാണ്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോള്, നാരുകൾ അടങ്ങിയ കലകൾ എന്നിവയൊക്കെ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ധമനികളുടെ ഉള്ള്, ആ ഹോള് അതിന്റെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കാണ് കൊറോണറി ധമനി രോഗം എന്ന് പറയുന്നത്. കാൽസ്യം അടിഞ്ഞു കൂടിയിട്ട്, കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ആ ധമനി ഭിത്തികളുടെ ഉള്ള് അത് കുറഞ്ഞു പോകുന്നു. അവിടെ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടി അല്ലെങ്കിൽ കാൽസ്യമൊക്കെ അടിഞ്ഞു കൂടി അതിന്റെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് കൊറോണറി ധമനി രോഗം എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ധമനി കാഠിന്യം അല്ലെങ്കിൽ അതിരോസ്ക്ലീറോസിസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് ആൻജീന പെക്ടോസിസ്. ആൻജീന പെക്ടോസിസ്. ANGINA ആൻജീന പെക്ടോസിസ്. PECTORIS ആൻജീന പെക്ടോറിസ് എന്ന രണ്ടാമത്തെ ഒരു ഡിസീസ് ആണ്. ഹൃദ്രോഗ സമയത്ത് ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിനെയാണ് ആൻജീന പെക്ടോസിസ്, നെഞ്ചുവേദന. ഹൃദ്രോഗ സമയത്ത് ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദനയ്ക്കാണ് ആൻജീന പെക്ടോറിസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഹൃദയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താത്ത ഒരവസ്ഥയാണ് കേട്ടോ നെഞ്ചുവേദന. ഒരു അറ്റാക്കിന്റെ ഒരു ഇതാന്ന് പറയാൻ നമുക്ക് ഹൃദ്രോഗ സമയത്ത് വരുന്ന ഒരു നെഞ്ചുവേദന, അതാണ് നമ്മൾ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ, ആവശ്യം ഓക്സിജൻ, ആ ഹൃദയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താത്ത ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കഠിനമായിട്ടുള്ള ഒരു വേദന. അതാണ് ഹൃദയപേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താതെ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദനയാണ് ഇതിന്റെ ലക്ഷണം. അത് ഏത് പ്രായത്തിലുള്ളവർക്കും വേണമെങ്കിൽ വരാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വരാമെങ്കിലും മധ്യവയസ്കരിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് സൈലന്റ് അറ്റാക്ക് എന്തായിരുന്നു, ഒരു ഏതായിരുന്നു അറ്റാക്കിന്റെ ഒരു ഇത് തന്നെയാണ് ആൻജീന പെക്ടോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹാർട്ട് ഫെയിലിയർ, ഹൃദയ സ്തംഭനം. ഹൃദയം പെട്ടെന്ന് നിന്നു പോകുന്ന ഒരു സ്റ്റേജ്. ഹൃദയം ശരീര ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ആണ് ഹാർട്ട് ഫെയിലിയർ. ഹൃദയം ശരീര ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഹാർട്ട് ഫെയിലിയർ. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വണ്ണാണ് റൂമാറ്റിക് ഫീവർ. ഹൃദയ വാൽവുകൾ, ഇപ്പൊ നമ്മൾ വാൽവുകൾ പറഞ്ഞല്ലോ, വാതപ്പനി, ശരിയാണ്. റുമാറ്റിക് ഫീവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വാതപ്പനി എന്ന. ഹൃദയ വാൽവുകള് തകരാറിലാക്കുന്ന ഒരു രോഗമാണ്. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് റൂമാറ്റിക് ഫീവർ. RHEUMATIC റൂമാറ്റിക് ഫീവർ. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗം റൂമാറ്റിക് ഫീവർ. റൂമാറ്റിക് ഫീവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വാതപ്പനി, പറഞ്ഞല്ലോ. നെക്സ്റ്റ് ആണ് ട്രാക്കികാർഡിയ, ബ്രാഡികാർഡിയ. രണ്ടെണ്ണം ഉണ്ട്. ട്രാക്കികാർഡിയ എന്ന് പറയും TACHYCARDIA. ട്രാക്കികാർഡിയ, TACHYCARDIA.
CHYCARDIA. ഹൃദയസ്പന്ദനം 100 കൂടുകയാണ്, 100 കൂടുന്ന അവസ്ഥയാണ് ട്രാക്കികാർഡിയ എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് കൂടാണ്, ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നത് 100 കൂടുതൽ വരികയാണ്. ഹൃദയസ്പന്ദനം 100 കൂടുതലാകുന്ന അവസ്ഥയാണ് ട്രാക്കികാർഡിയ. ഹൃദയസ്പന്ദന നിരക്ക് 60-നേക്കാൾ കുറഞ്ഞു പോകുന്നതിനാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. BRADYCARDIA. ബ്രാഡികാർഡിയ, BRADYCARDIA. ഓക്കെ, ബ്രാഡികാർഡിയ. അപ്പൊ രണ്ട് ഇതാ പറഞ്ഞത്. 100 കൂടുകയാണെങ്കിൽ ഹൃദയസ്പന്ദനം 100 കൂടുന്ന അവസ്ഥയാണ് ട്രാക്കികാർഡിയ. ഹൃദയസ്പന്ദന നിരക്ക് 60 കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതാ? ECG. ECG എടുക്കുക. എന്താ ECGയുടെ എക്സ്പാൻഡഡ് ഫോം? ECG ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ECG. ECG കണ്ടെത്തിയത് വില്യം എൻഡോവൻ ആണ്. വില്യം ഐൻഡോവൻ. WILLEMEINTHOVEN. ഐൻഡോവൻ. EINTHOVEN. is considered as the founder and father of modern ECG എന്നറിയപ്പെടുന്ന വില്യം ഐൻഡോവൻ ആണ്. ഫൗണ്ടർ ആണ്, അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ECG. ECGയുടെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഐൻഡോവൻ ആണ്. പിന്നെ നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം, ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഏതാ? ജാർവിക് 7. ഓക്കെ, ജാർവിക് 7, JARVIK. ജാർവിക് 7 ആണ്. ഈ ജാർവിക് 7 രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് റോബർട്ട് ജാർവിക്. അദ്ദേഹത്തിന്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്താണ് ജാർവിക് 7 എന്ന് പേര് കൊടുത്തത്. അത് രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബർട്ട് ജാർവിക് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാർവിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതിന് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഹൃദയത്തിന് ജാർവിക് 7 എന്ന് പേര് കൊടുത്തത്. ആദ്യമായിട്ട് കൃത്രിമ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്തത് വർഷം 1982-ലാണ്. 1982-ലാണ് ആദ്യമായിട്ട് കൃത്രിമ ഹൃദയം, ആർട്ടിഫിഷ്യൽ ഹാർട്ട് വച്ചുപിടിപ്പിച്ചത്. 1982-ല്. ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യരിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയില്, ഇപ്പൊ ലോകത്തിലെ കാര്യം നമ്മൾ പറഞ്ഞത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ. ഇതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാവുന്നുള്ളൂ കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യരിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരം. എവിടെ നടത്തിയെന്ന് അറിയോ? ആദ്യമായിട്ട് മെഡിക്കൽ ട്രസ്റ്റിലാണ്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് മനുഷ്യരിൽ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തില് ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ. കേരളത്തിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരം. ഇത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കമ്പോണൻസ്. ഇതും കൂടി നോക്കിപ്പോകാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡിലുള്ള ഘടകങ്ങൾ, കമ്പോണൻസ്. ഓക്കെ, എത്ര കമ്പോണൻസ് ഉണ്ട് ബ്ലഡിലെ? കമ്പോണൻസ്
കോൺസ്റ്റിറ്റ്യൂവൻസ് ഓർ കമ്പോണൻസ്? മൂന്നെണ്ണം ഉള്ളോ? ഒരെണ്ണം ഇവിടെ പോയി. 4 കമ്പോണൻസ് ഉള്ളത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. രക്തത്തിലുള്ള കമ്പോണൻസ്, ഘടകങ്ങള്, ബ്ലഡിലുള്ള 4 ഘടകങ്ങള് ഏതൊക്കെയാ? RBC, ബ്ലഡ് സെൽസ്, RBC, WBC, white blood cells, platelet, plasma. Okay. Platelet, plasma. നമുക്ക് ഇനി ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്പൊ രക്തത്തില് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ബ്ലഡ് പറഞ്ഞു, ഈ രക്തപര്യായ വ്യവസ്ഥയിലെ ഘടകങ്ങള് നമ്മള് ഹൃദയം, ബ്ലഡ്, പിന്നെ ബ്ലഡ് വെസൽസ്, രക്തകോശങ്ങള്, ഇത് 3 നമ്മൾ പറഞ്ഞ ബ്ലഡ് വെസൽസ് കൂടി ചേരുമ്പോഴാണ് രക്തപര്യായ വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ഇതാവുന്നത്. അപ്പൊ നമ്മള് ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ബ്ലഡിന്റെ നമ്മളൊരു ക്ലാസ്, ലൈവ് ക്ലാസ് തന്നിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പാണ് കേട്ടോ തന്നേക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അടുത്തത് രണ്ടാമത്തെ വരുന്നതാണ് ബ്ലഡ് രക്തകോശങ്ങള്. ബ്ലഡിനകത്ത് വരുന്നത് 1-2 പോയിന്റ്സുകൾ വേണമെങ്കിൽ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബ്ലഡ് സെൽസ് നോക്കാം കേട്ടോ. ഇപ്പൊ വളരെ കുറച്ച് സമയം ഉണ്ടല്ലോ, കമ്പോണൻസ് തുടങ്ങി കഴിഞ്ഞാൽ തീരാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മൾക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹാർട്ട് പറഞ്ഞു, രണ്ടാമത്തെയാണ് ബ്ലഡ്, രക്തം. ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തകോശങ്ങള്, പ്ലാസ്മ എന്നൊക്കെ അടങ്ങിയ ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് സെൽസ്, പ്ലാസ്മ ഇതൊക്കെ ഉള്ള ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ്. ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജക കലയാണ് ബ്ലഡ്. രക്തത്തിലുള്ള ഘടകങ്ങള് ഏതൊക്കെയാ? പ്ലാസ്മയുണ്ട്, രക്തകോശങ്ങളുണ്ട്. രക്തകോശങ്ങളാണ് 3 നമ്മൾ പറഞ്ഞത്. ബ്ലഡ് സെൽസ് ആണ് 3, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ പറഞ്ഞത്. ബ്ലഡ് സെൽസ്. അപ്പൊ രക്തത്തിലുള്ള ഘടകങ്ങള്, കമ്പോണൻസ് ചോദിക്കുമ്പോൾ 4 എഴുതണം. ബ്ലഡിലുള്ള കമ്പോണൻസ്, രക്തത്തിലെ ഘടകങ്ങൾ ചോദിക്കുമ്പോൾ 4. പ്ലാസ്മയുണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. പ്ലാസ്മയും രക്തം. അപ്പൊ ഇത് 3 നമ്മൾ പറഞ്ഞ രക്തകോശങ്ങളാണ്. പ്ലാസ്മ പറഞ്ഞു, പിന്നെ രക്തകോശങ്ങളാണ് 3, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. 3 രക്തകോശങ്ങളും പ്ലാസ്മയും ചേർന്നതാണ് അതാണ് കമ്പോണൻസ്. 4 കമ്പോണൻസ് ഉണ്ട്. ബ്ലഡ് എന്ന് പറഞ്ഞ ജീവന്റെ നദി എന്നറിയപ്പെടുന്ന ഏതാ? ജീവന്റെ നദി ബ്ലഡ്. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. നമ്മുടെ ശരീരത്തിലുള്ള പല കോശഘടകങ്ങളെയും ഹോർമോണുകളെയൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന രക്തമാണ്. ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്ലഡിന്റെ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത 1-2 പോയിന്റ്സ് ആണ്. ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തമാണ്. ബ്ലഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയാം, ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ എത്തിക്കുന്നത് എന്നുള്ളത് ബ്ലഡിന്റെ ഒരു ഫംഗ്ഷൻ. മനുഷ്യ ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ട്? എത്ര ലിറ്റർ ബ്ലഡ് ഉള്ള? 5 അല്ലെ? 5 വേണ്ടി പറയാം. കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ 5 to 6 വരെ ലിറ്റർ ബ്ലഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്ന ബ്ലഡ് ആണ്. റെഗുലേറ്റിംഗ് ദ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ സഹായിക്കുന്ന, ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്ന രക്തമാണ്. pH എത്രയാ? ബ്ലഡിന്റെ pH എത്രയാണെന്നറിയോ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 7.4. രക്തത്തിലെ pH മൂല്യം 7.4 ആണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാ? ഹാർട്ട്. പമ്പിംഗ് ഓർഗൻ ഹാർട്ട്. രക്തം ലങ്സ് ശ്വാസകോശമാണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പമ്പിംഗ് ഓർഗൻ ആണ്. രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ ആണ് ഹാർട്ട്.
രക്തം പ്യൂരിഫൈ ചെയ്യുന്നത്, രക്തം ശുചീകരിക്കുന്ന അവയവം ശ്വാസകോശം, ലങ്സ് ആണ്. രണ്ടും മാർഗം. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ആരാ? കിഡ്നി. കിഡ്നിയാണ്. വെറുതെ എന്ന് വെച്ചാൽ നമ്മള് ശുചീകരിക്കുന്ന അവയവം ചോദിച്ചാൽ ലങ്സ് ആണ്. അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കകളാണ്. കിഡ്നി. മനുഷ്യ ശരീരത്തില് രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക, കിഡ്നി. പിന്നെ അതിനകത്ത് ഒരു ഇതുള്ളത് ബ്ലഡിലെ ചുവപ്പ് നിറം നൽകുന്ന കാരണം ഏത് വസ്തുവാണ്? ഹീമോഗ്ലോബിൻ. ചുവന്ന നിറത്തോട് കൂടിയതും ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണമായിട്ടുള്ള മാംസ്യം അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഹീമോഗ്ലോബിൻ എന്ന പേര് കിട്ടിയതും അതുപോലെ തന്നെ ആ ചുവപ്പ് നിറം ലഭിച്ചതും. ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിന്റെ ആ കളറ്, ആ ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിനകത്ത് വരുന്നത്, ബ്ലഡിനെ കുറിച്ച് വരുന്നത്. പിന്നെ ഒരു ഇത്, ആരോഗ്യമുള്ള ഒരു വ്യക്തിയില് 100 മില്ലി ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 12 to 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടും. അതാണ് നോർമൽ ഹീമോഗ്ലോബിന്റെ ഇത്, ആ റേഞ്ച് ആണ്. 12 ഒടുങ്ങി 16 വരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുകളില് 100 മില്ലി ലിറ്റർ. അപ്പൊ നമ്മള് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ അവര് ഹീമോഗ്ലോബിൻ ഒക്കെ നോക്കൂലേ, അതിന്റെ ആ റേഞ്ച് ആണ് 12 to 16. ഇത്രയും വേണം ഏകദേശം ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകളില് ഹീമോഗ്ലോബിന്റെ അളവ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, പിന്നെ അത്രയൊക്കെയുള്ള അതിനകത്ത്. പിന്നെ ഒരു ഇത് പറയുന്നുണ്ട്, രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക. നീരാളിയുടെയും കൊളയട്ട അതിന്റെയൊക്കെ ബ്ലഡിന്റെ കളറ് എന്താ? നീലയും പച്ചയും നിറമൊക്കെയാണ്. നീരാളിയുടെ ഹീമോഗ്ലോബിൻ ഇല്ല, അവിടെ എന്താ ഉള്ളത്? ഹീമോസയാനിനാണ് ബ്ലഡിന് നീല നിറം പച്ച നിറയൊക്കെ നൽകുന്നത്. നീരാളി, കുളയട്ട ഇവരെയൊക്കെ ബ്ലഡ് നീല പച്ച നിറമാണ്. അത് ഹീമോസയാനിൻ ഉള്ളതുകൊണ്ടാണ് ഹീമോസയാനിൻ. നമ്മുടെ ബ്ലഡിന് ചുവപ്പ് നിറം നൽകാൻ കാരണം ഹീമോഗ്ലോബിൻ ഉള്ളതാണ്, ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇനി അത് ജസ്റ്റ് ഒന്ന് നമുക്ക് തുടങ്ങാം. നെക്സ്റ്റ് ഇനി അടുത്ത ഏതെങ്കിലും ദിവസം ക്ലാസ് കിട്ടുവാണെങ്കിൽ ഇതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പ്ലാസ്മ ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് കമ്പോണൻസ്. അതായത് 4 കമ്പോണൻസ് പ്ലാസ്മയുണ്ട്, രക്തകോശങ്ങൾ 3 ഉണ്ട്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അങ്ങനെ മൊത്തം കമ്പോണൻസ് ചോദിക്കുകയാണെങ്കിൽ 4 കമ്പോണൻസ് ബ്ലഡിലുള്ളത്. അതില് പ്ലാസ്മ, രക്തത്തിന്റെ ദ്രാവക ഭാഗം, ആ ഒഴുകുന്ന ആ ഒരു ഇത്, ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ബ്ലഡിലെ കമ്പോണൻസ് ഇപ്പൊ നമ്മള് ഈ ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡ് അവിടെ സ്റ്റോർ ചെയ്യൂലേ, സ്റ്റോർ ചെയ്യുമ്പോ ബ്ലഡ് ഒരാളുടെ ബ്ലഡ് ഫുള്ള് ഒറ്റ ഇതായിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. അവിടെ ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കമ്പോണൻസും അവർ സ്റ്റോർ ചെയ്യുന്നത്. RBC വേറെ, WBC വേറെ, പ്ലേറ്റ്ലെറ്റ് വേറെ, പ്ലാസ്മ വേറെ, അങ്ങനെ ഓരോന്നും വേറെ ആയിട്ട് ആണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ബാഗിലേക്ക് അങ്ങനെ ഓരോ കമ്പോണൻസും മാറ്റിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ചിലർക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരാന്ന് പറയും, പക്ഷെ എല്ലാം വേണമെന്നില്ല. ചിലർക്ക് RBCയുടെ കൗണ്ട് ആയിരിക്കും കുറവ്, അപ്പൊ അവർക്ക് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. ചിലർക്ക് ബ്ലഡ് കയറ്റാന്ന് പറയുമ്പോൾ ബ്ലഡിലെ WBC ആയിരിക്കും അവർക്കൂടെ കുറവ്, അപ്പൊ WBC മാത്രം കയറ്റിയാൽ മതി. അല്ലാതെ ഫുള്ള് ഒറ്റ ഇതായിട്ടല്ല അവിടെ എടുക്കുന്നത്. അതിലുള്ള ഓരോ കമ്പോണൻസും, ഈ 4 കമ്പോണൻസും സെപ്പറേറ്റ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 4 കമ്പോണൻസ് നോക്കാം. അതില് ദ്രാവക ഭാഗമാണ് പ്ലാസ്മ, ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. The watery fluid part of the blood, അതാണ് പ്ലാസ്മ. അതിനകത്ത് ഈ പ്ലാസ്മയിലാണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റും ഒക്കെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിൽ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എന്ന് പറയുന്നത് 55% ആ പ്ലാസ്മയുള്ളത്. 55% ആണ് പ്ലാസ്മ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. ഇനി പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്?
ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക. ഒരു ഫംഗ്ഷൻ ആണ്, പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ട്, ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സോഡിയം പൊട്ടാസ്യം ലെവലിനെ ബാലൻസ് ചെയ്യുക. ഇത് 3 ഫംഗ്ഷനാണ് പ്ലാസ്മ ചെയ്യുന്നത്. രക്തത്തിലെ ദ്രാവക ഭാഗം ആണ് പ്ലാസ്മ. ഈ രക്തകോശങ്ങൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെക്ട് ചെയ്ത് കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ഈ ബ്ലഡിലുള്ള പ്ലാസ്മയുടെ അളവ് 55% ആണ് പ്ലാസ്മ. ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്, രക്തത്തിലുള്ള ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മയുടെ ഫംഗ്ഷൻ ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സോഡിയം ലെവല്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും പ്ലാസ്മയാണ്. പിന്നെ ഇതിനകത്ത് ഈ പ്ലാസ്മയിലെ പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. പ്രോട്ടീൻ ഇൻ അവർ ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. ആന്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. Help to stop bleeding by helping blood flow to form. ബ്ലഡ് ക്ലോട്ടിങ്ങിന്, രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ആൽബുമിൻ, പ്ലാസ്മ പ്രോട്ടീനുകൾ 3 പറഞ്ഞു. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആണ്. പ്രോട്ടീൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം, ബ്ലഡ് സെൽസ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ, രക്തകോശം ഏതാണെന്ന് ചോദിക്കും, പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ്. ലോഹം ഏതാ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം? ഏത് ലോഹ? കാൽസ്യം ആണ്. കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാ? വൈറ്റമിൻ കെ. അത് 3. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം, പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കാതിരിക്കാനല്ലേ ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ഓക്കെ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഓക്കെ. പിന്നെ ഇനി അതിനകത്ത് ഓരോന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കാനല്ലേ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. 3 അടുത്തന്നെ എഴുതി പോവുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ ആണ്. സഹായിക്കുന്ന ലോഹം കാൽസ്യം ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലഡ് സെൽസ് ആണ്. അത് ഓരോന്ന് RBC, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്. അത് 3 നെക്സ്റ്റ് ഇനിയിപ്പോ അടുത്ത ക്ലാസ് കിട്ടുവാണെങ്കിൽ അതിന്റെ ബാലൻസ് കൂടി നമുക്ക് നോക്കാം കേട്ടോ. അതിനകത്ത് ഓരോന്നും അതിന്റെ ഫങ്ഷൻസും അതിന്റെ സയന്റിഫിക് നെയിമുകൾ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഫങ്ഷൻ എന്താ ചെയ്യുന്നത്, RBCയുടെ ഫങ്ഷൻ, WBCയുടെ ഫങ്ഷൻസ് ഒക്കെയാണ്. ഇപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തായാലും ഇനിയിപ്പോ അത് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നിർത്തിയത്. ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ക്ലാസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലാസ് ഞാനിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു. താങ്ക് യു മിസ്.